1920കളിൽ നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ ആചാര്യൻ ഉണ്ടാക്കുന്നത് വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഏകദേശം 100 വർഷം കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ഒരു കാരണമില്ലാതെ നായന്മാർ തമ്മിൽ തെരുവിലടിക്കുന്ന വിഷയത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നലെയാണ് ഡൽഹിയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നായർ സമാജത്തിൻ്റെ പേരിലുള്ള ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയും സ്മാരകവും ഡൽഹിയിൽ ഉണ്ടാക്കിയത്. പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അവർകളാണ്. അപ്പോൾ ഇങ്ങനെ CP രാധാകൃഷ്ണൻ അത് അൺവീൽ ചെയ്തു, അല്ലെങ്കിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. സുരേഷ് ഗോപി ആ ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു. രണ്ടുപേരും CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും പെരുന്നയിലെ ആശാനെ, പെരുന്നയിലെ പോപ്പിനെ നന്നായി ഒന്ന് കൊട്ടി. പെരുന്നയിലെ പോപ്പ് അല്ലെങ്കിൽ പെരുന്നയിലെ സുകുമാരൻ നായർ ഇന്ന് അതിന് പകരം തിരിച്ചടിച്ചിട്ട് പോയിണ്ട, നിങ്ങൾ രണ്ടെണ്ണം കയറി പോയിണ്ട, വീട്ടിൽ അകത്ത് കയറി പോയിണ്ട, നിങ്ങളെന്തിൻ്റെ അഭിപ്രായം പറയുന്നത്, നിങ്ങൾ അവഗണിക്കുന്നു എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ചെറിയ ആളുകളെല്ലാം അവഗണിച്ചത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ്, ഒന്ന്, രണ്ട് കേന്ദ്രമന്ത്രിയാണ്, ഫിലിം ആക്ടറാണ്, അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്, മോദിയുടെ വലംവശത്ത് നിൽക്കുന്ന ആളാണ്, വലതുവശത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സുരേഷ് ഗോപിയെയും തള്ളിപ്പറഞ്ഞു, CP രാധാകൃഷ്ണനെയും തള്ളിപ്പറഞ്ഞു. ഇതിനൊരു ഉപോത്ബലകമായ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം CV ആനന്ദബോസ് ഏതോ വർഷം അവിടെ ചെന്നിട്ട് ഡോറ് തുറന്നു കൊടുത്തില്ലെന്നോ, കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ലെന്നോ, സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ അദ്ദേഹം ഗവർണറാകുന്ന മുമ്പേ ഒന്ന് പുഷ്പാർച്ചന നടത്താൻ ചോദിച്ചപ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല എന്നും, CP രാധാകൃഷ്ണൻ അവിടെ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അതിന് ഡേറ്റ് കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. വലിയ വിവാദമാണ് ഉണ്ടായത്, വലിയ തർക്കമാണ് അവിടെ നടന്നത്. പക്ഷേ ആ തർക്കത്തിലാണ് CV ആനന്ദബോസ് ഡൽഹി സമ്മേളനത്തിൽ വെച്ച് ഡൽഹിയിലെ നായന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ സമ്പത്തും സ്വത്തും ഒക്കെ ഉള്ള നായന്മാരാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് ആലോചിച്ച് കുറച്ച് സ്ഥലം പിടിച്ചു വാങ്ങി ഡൽഹിയിൽ സ്മൃതി മണ്ഡപവും സ്മാരക ഹാളും കെട്ടാൻ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും മനോഹരമായ ഒരു സ്മൃതി മണ്ഡപവും ഒരു ഹാളും, നല്ല ഹാളും ഡൽഹിയിൽ കിട്ടിയിരിക്കുകയാണ്. അതിനാവശ്യമായ സ്ഥലം ഡൽഹിയിൽ നിന്നവർ, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നവർ ഡൽഹി മെട്രോപൊളിറ്റൻ കോർപ്പറേഷനിൽ നിന്നവർ അനുവദിച്ച് വാങ്ങിച്ചു. വളരെ മനോഹരമായത് അവരുടെ പണം കൊടുത്തായിരിക്കും കെട്ടിയത്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ ചെന്നാൽ മന്നത്ത് പത്മനാഭൻ്റെ ആചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനും, അത് ആർക്കും നടത്താനും, നായന്മാർക്ക് മാത്രമല്ല ആർക്ക് വേണം അവിടെ പോയി പുഷ്പാർച്ചന ചെയ്യാം. കാരണം SNDPയുടെ ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നിൽ ആർക്ക് വേണോ പുഷ്പാർച്ചന ചെയ്യാം, ബുദ്ധൻ്റെ മുമ്പിൽ ചെയ്യാം, എവിടെ എല്ലാവരുടെ മുമ്പിൽ ചെയ്യാം, ആർക്ക് വേണോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ ആർക്ക് വേണോ പുഷ്പാർച്ചന നടത്താം എന്ന രീതിയിൽ ഡൽഹിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും, ഇപ്പോൾ മന്ത്രിമാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഡൽഹിയിലുള്ളവർക്കോ മന്നത്ത് പത്മനാഭൻ്റെ ഒരു അനുഗ്രഹം, ആചാര്യൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് ഭരണത്തിലോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിയിൽ പോയി ഡൽഹിയിലുള്ളവർക്ക് ചെയ്യാം, കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ ചെയ്യാം. ഇനി കേരളത്തിൽ തന്നെ പെരുന്നയ്ക്ക് പുറമെ മറ്റിടങ്ങളിലും സ്മൃതി മണ്ഡപങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നായർ സൊസൈറ്റി തിരുവനന്തപുരത്തും മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപവും സ്മാരക ഹാളും ഒക്കെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യസ്തമായ കാര്യങ്ങൾ വീണ്ടും നായർ സമാജത്തിൽ നടക്കും, കമ്മ്യൂണിറ്റിയിൽ നടക്കും. അപ്പോഴും നമ്മുടെ സുകുമാരൻ നായർ അവിടെ ഇരുന്നിട്ട്, നാരായണ പണിക്കരൊക്കെ ഇരുന്ന സ്ഥലമാണ്, കിടങ്ങൂർ ഗോപാലകൃഷ്ണനുമൊക്കെ ഇരുന്ന വളരെ വലിയ മഹാമേരുക്കൾ ഇരുന്ന സീറ്റാണ്. അവിടെ ഇരുന്ന് സുകുമാരൻ നായർ പറയുകയാണ്, നീയൊക്കെ പോയിണ്ട, നിന്നെ ഒന്നും മൈൻഡ് ചെയ്യില്ല, നെവർ മൈൻഡ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാകുന്ന ദുരന്ത കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും വളരെ വളരെ കൗതുകമുള്ള വാർത്തകളാണ്. ഒരു കാരണവശാലും പരസ്പരം തല്ലാൻ പാടില്ലായിരുന്നു. അത് ഗുരുദേവൻ്റെ അല്ലെങ്കിൽ ആചാര്യൻ്റെ പേരിൽ ഒരു കാരണവശാലും പാടില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ആചാര്യൻ ജീവിച്ചിരുന്നെങ്കിൽ അവർക്കെല്ലാം പിടിച്ച് തല്ലുകൊടുത്തനെ. ആചാര്യന് അങ്ങനെ ഒരു പ്രതിമയോ ഒരു സ്മൃതി മണ്ഡപമോ കൊണ്ട് തീരുന്നതല്ല മന്നത്ത് ആചാര്യൻ്റെ പേരും പെരുമയും. അത് ജീവിക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയുടെയും ഹിന്ദു സമാജത്തിൻ്റെയും പൊതുസമാജത്തിൻ്റെയും മനസ്സുകളിലാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം.